സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തുപ്പിള്ളിൽ. ഇന്ന് 2026 മെയ് മാസം 14 വ്യാഴാഴ്ച. നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഇന്നാണ് നമ്മുടെ വടശ്ശേരി ദാമോദരൻ സതീശൻ, അതായത് നമ്മളൊക്കെ പറയുന്ന വി.ഡി. സതീശൻ, കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി നിയുക്ത മുഖ്യമന്ത്രിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. 24 മണിക്കൂറിനുള്ളിൽ വിജയിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്ന വി.ഡി. സതീശൻ 10-15 ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണ് അതിലൊരു ചിത്രം തെളിഞ്ഞു വന്നത്. പെട്ടെന്ന് നമ്മൾ എല്ലാവരും വിചാരിക്കും ഹൈക്കമാൻഡിൻ്റെ കുഴപ്പമാണ്, അവരുടെ ഉത്തരവാദിത്വമില്ലായ്മയാണ്, അവരുടെ പിടിപ്പുകേടാണ്, കെടുകാര്യസ്ഥയാണ് എന്നൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ അത് മാത്രമല്ല കാര്യം. സതീശൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. സതീശനാണ് ഈ പ്രശ്നം ഇങ്ങനെ വഷളാവാനുള്ള കാരണക്കാരൻ. അതിലേക്കാണ് നാം കടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മരത്തിൻ്റെ വളവുമുണ്ട്, ആശാരിയുടെ കുറ്റവുമുണ്ട്. അതെന്താണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ 1993 ഒരു പ്രിയദർശന ചിത്രം പുറത്തിറങ്ങിയിരുന്നു, മിഥുനം. ഇതിൽ ഒരു സാമ്യമുണ്ട്. ഒരു കൂടോത്രം ചെയ്തു ഒരാൾ എന്ന സംശയത്തിൽ അയാളുടെ അളിയൻ ഒരു പൂജാരിയെ കൊണ്ടുവന്ന് ഈ ആത്മാവിനെ, അതായത് കൂടോത്രം ചെയ്ത ആളുടെ ആത്മാവിനെ ആ തേങ്ങയിലേക്ക് ആവാഹിച്ച് അത് ഉടക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഉടക്കുമെന്ന് പല പ്രാവശ്യം ജഗതി അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നുണ്ട്. പക്ഷെ നെടുമുടി വേണു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല, ഉടക്കുന്നില്ല. അവസാനം ജഗതി തന്നെ മേടിച്ചുടക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. ഈ സംഭവമായിട്ട്, തേങ്ങ ഉടക്കുന്ന സംഭവമായിട്ട് ഇന്നത്തെ വീഡിയോയിലൊരു ബന്ധമുണ്ട്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഒന്ന് ആദ്യമേ പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചിരുന്നവർ നിങ്ങൾക്കറിയാം, 3 പേരാണ്. ഒന്ന് കോഴുമൽ ചാറ്റാടി വേണുഗോപാൽ, അതായത് KC വേണുഗോപാൽ. 1, 2 രമേശ് ചെന്നിത്തല. 3 നേരത്തെ പറഞ്ഞ പോലെ വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ്. ഇവരിൽ സതീശൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. എല്ലാവർക്കും ഗുണങ്ങളും ദോഷവും ഉണ്ടാവുമല്ലോ. അദ്ദേഹം നിലപാടുകളുടെ ഒരു നാഥനായിട്ടാണ് പൊതുവെ അറിയപ്പെടുന്നത്. 5 വർഷം പിണറായിയുടെ ദുർഭരണത്തെ, അതായത് 2ാം പിണറായി സർക്കാരിൽ പിണറായിയുടെ ദുർഭരണത്തെ ഒറ്റയ്ക്ക് നേരിട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്ക് പോയിട്ടേയില്ല. ആദ്യമായിട്ട് 100-ൽ കൂടുതൽ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഏക കോൺഗ്രസ് നേതാവും വി.ഡി. സതീശനാണ്. കേരള യാത്ര എന്നുള്ള പേരിൽ കേരളം മുഴുവൻ ഈ അറ്റം മുതൽ ആ അറ്റം വരെ യാത്ര നടത്തിയതും അങ്ങേരാണ്. മാത്രവുമല്ല, ലീഗായിട്ട് 2ാമത്തെ വലിയ കക്ഷിയായ UDFിലെ വലിയ കക്ഷിയായ ലീഗായിട്ട് അടുത്ത ബന്ധമുണ്ട്. ഈ ബന്ധത്തെ ചൊല്ലി നമ്മുടെ വെള്ളാപ്പള്ളിയിരിക്കുന്ന ഒരു കള്ളുഷാപ്പ് കോൺട്രാക്ടറുണ്ട്, SNDPയുടെ നേതാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി. അയാൾ പറഞ്ഞാൽ ഒരു സമുദായമുള്ള ഒരു സമുദായക്കാരൻ കേൾക്കുമെന്ന് തോന്നുന്നില്ല. എങ്ങനെയോ പത്മഭൂഷണൊക്കെ സംഘടിപ്പിച്ച് അങ്ങ് ഇരിക്കുന്നതേ ഉള്ളൂ. എല്ലാ കാര്യത്തിലും ചാരിക്കേറിയ അഭിപ്രായം പറയും. അങ്ങേര് പറയുന്നത് UDFന് അധികാരം കിട്ടിയാൽ, സതീശൻ മന്ത്രിയായാൽ, മുഖ്യമന്ത്രിയായാൽ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഭരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് അവർക്ക് കുറച്ച് തീവ്രവാദ സ്വഭാവമുണ്ടെന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. അതിലെത്ര വാസ്തവമുണ്ടെന്നൊന്നും നമുക്കറിയില്ല. ഇതൊക്കെയാണ് പൊതുവെ സതീശൻ്റെ ഗുണങ്ങൾ. പക്ഷെ അങ്ങേർക്കെതിരായിട്ട് വന്ന കുറച്ച് കാര്യങ്ങൾ. അദ്ദേഹം ഒരു ആദർശധീരൻ്റെ ഇമേജ് സൃഷ്ടിക്കാൻ എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം വന്നപ്പോൾ അദ്ദേഹം ഉടനടി അയാളെ ഡിസ്മിസ് ചെയ്യുകയാണുണ്ടായത്, സസ്പെൻഡ് ചെയ്യുകയാണുണ്ടായത്. ഇതേവരെ തിരിച്ചെടുത്തിട്ടില്ല. അദ്ദേഹം ചെയ്തത്, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ശരിയായ കാര്യമാണെന്ന് വ്യാഖ്യാനിക്കുകയല്ല, അതിന് ന്യായീകരിക്കുകയുമല്ല. പക്ഷേ പണ്ട് മഗ്ദലന മറിയത്തിനെ കല്ലെറിഞ്ഞപ്പോൾ യേശുദേവൻ പറഞ്ഞില്ലേ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയൂ എന്ന് പറഞ്ഞപ്പോൾ ആരും കല്ലെറിയാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മളുടെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ ഇവിടെ ഇരിക്കുന്ന പല മഹാന്മാരുടെയും ശരിയായ കഥ നമുക്ക് വെളിച്ചത്ത് വരും. നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പണ്ട് സോളാർ വനിത ഒരു 200 പേജുള്ള നോട്ട്ബുക്കിൽ
അതിൻ്റെ ആ കാര്യത്തിൻ്റെ പിന്നിൽ നമുക്കറിയാം ഗണേഷ് കുമാർ ആയിരുന്നു. അദ്ദേഹത്തിനെ ഉമ്മൻചാണ്ടിയോടുള്ള വിരോധത്തിലാണ് അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ സൃഷ്ടിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കഥകളൊക്കെ അവർ സൃഷ്ടിച്ചപ്പോൾ അതിൽ സോളാർ വനിത പല കോൺഗ്രസ് നേതാക്കന്മാരുടെയും പല പേരുകൾ പറഞ്ഞു. അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, മിക്കതും തെറ്റ് തന്നെയായിരുന്നു. അതിൽ KC വേണുഗോപാലിൻ്റെ പേരും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി നാം ഓർക്കണം. പിന്നെ സതീശൻ രണ്ടാമത്തെ പിണറായി സർക്കാർ പ്രതിപക്ഷ നേതാവായപ്പോൾ ഒരു പ്രസ്താവന നടത്തി. ഞങ്ങൾ മത നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോവുകയില്ലെന്ന്. സ്വാഭാവികമായി ഇത് NSSനെയും SDP-യും പ്രകോപിപ്പിച്ചിട്ടുണ്ടാവാം അല്ലേ? നമുക്ക് ആലോചിച്ചാൽ അങ്ങനെയായിരുന്നു. ഒന്നും ഉണ്ടായിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് വെള്ളാപ്പള്ളിയും ഒരു കാലണയുടെ വിലയില്ലാത്ത വെള്ളാപ്പള്ളിയും G. സുകുമാരനും ഒക്കെ ഇങ്ങനെ കയറി അഭിപ്രായങ്ങൾ പറഞ്ഞ് വലിയ ആളാവാൻ ഒരു വഴിവെച്ചു കൊടുത്തത് സതീശൻ്റെ ആ ഒരു വാക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിലെടുത്ത കടുത്ത നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ്. ഇതേവരെ തിരിച്ചെടുക്കാത്തത് ഷാഫിയെ പ്രകോപിതനാക്കിയിട്ടുണ്ടാവാം. ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, PC വിശ്വനാഥ് ഇങ്ങനെയുള്ള ബഹുഭൂരിപക്ഷം ചെറുപ്പക്കാരുടെ നിരയെ സതീശൻ എതിരാക്കി. മാത്യു കുഴൽനാടൻ ഒറ്റയ്ക്ക് കരിമണൽ പ്രശ്നം വന്നപ്പോൾ ഒറ്റയ്ക്ക് അസംബ്ലിയിൽ നിന്ന് വാദിക്കുന്നത് നാം കേട്ടിട്ടുണ്ട്. ഒരാൾ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നില്ല. അങ്ങനെ വളർന്നു വരുന്ന തനിക്കെതിരാകുമെന്ന് തോന്നുന്ന യുവനിരയെ വെട്ടിനിരത്താൻ എന്നും സതീശൻ പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് KC വേണുഗോപാലിൻ്റെ പേര് പലരും ബഹുഭൂരിപക്ഷം പേരും പറഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ നിഷ്കളങ്കനെന്ന് നാം കരുതുന്ന ചാണ്ടി ഉമ്മൻ വരെ KCയെ പിന്തുണച്ചു എന്ന് പറയുമ്പോൾ KC എത്ര കാലം മുമ്പേ ഇതിനു വേണ്ടിയുള്ള കരുക്കൾ നീക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഒന്ന് ഊഹിക്കാവുന്നതാണ്. സതീശൻ അത്തരം പ്രവർത്തികൾക്കൊന്നും പോയിട്ടില്ല. ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോയിട്ടില്ല. അനുയായികളെ ഉണ്ടാക്കാനും പോയിട്ടില്ല. എറണാകുളത്തും DCC പ്രസിഡൻ്റായി ഇരിക്കുന്ന വ്യക്തി മാത്രമേ ഇദ്ദേഹത്തിൻ്റെ ഒരു അനുയായി പുറത്ത് അറിയപ്പെടുന്നുള്ളൂ. അദ്ദേഹം MLA ആയിട്ട് കൊച്ചിയിൽ നിന്ന് ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ യുവനിരയെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് കുറച്ച് ദോഷങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ ചെന്നിത്തലയാണെങ്കിൽ സീനിയർ നേതാവാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ 1982 തന്നെ മന്ത്രിയായ ആളാണ്. അന്ന് VD സതീശൻ കോളേജിൽ പഠിക്കുകയായിരുന്ന ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. വളരെ ശരിയാണ് ആ കാര്യം. ചെന്നിത്തലയുടെ സീനിയോറിറ്റി ബഹുമാനിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ K. സുധാകരൻ്റെ സീനിയോറിറ്റി ഒന്ന് അനുവദിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ സ്വല്പം പിന്നോക്കമായിരുന്നു VD സതീശൻ എന്നുള്ള കാര്യവും കുറേ ആൾക്കാരെ പിണക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി, ഈ ശീലം, ഈ സ്വഭാവം കാരണമായിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചില സ്വഭാവ വിശേഷങ്ങൾ ഒന്ന് ഓടിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. മാത്രവുമല്ല, ഈ അസംബ്ലി ഇലക്ഷൻ വന്നപ്പോൾ അദ്ദേഹത്തിനൊരു ഭയമുണ്ടായിരുന്നു. K. സുധാകരൻ മത്സരിക്കുമെന്ന്. മൂന്നാല് പേര് ഈ ആവശ്യം AICCയുടെ മുന്നിൽ വെച്ചു. K. സുധാകരൻ, അടൂർ പ്രകാശ്, MK രാഘവൻ, കോഴിക്കോട് നിന്നുള്ള MK രാഘവൻ. ഇതിൽ K. സുധാകരനായിരുന്നു കൂടുതൽ താല്പര്യം അസംബ്ലിയിലേക്ക് മത്സരിക്കും. തനിക്കിനി ഒരു അവസരമില്ല, പ്രായമായി. അതുകൊണ്ട് അദ്ദേഹം നേരത്തെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ മത്സരിക്കുന്നില്ല, തനിക്ക് MLA മാത്രമായി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും സുധാകരൻ മത്സരിച്ച് വിജയിച്ചു വന്നാൽ തൻ്റെ മേധാവിത്വത്തിന് ഒരു കോട്ടം പറ്റുമെന്ന് കരുതി ഇദ്ദേഹം ഒരു ഫോർമുല ഉണ്ടാക്കി. ഉപജ്ഞാതാവാണ് ആ ഫോർമുലയുടെ. നിലവിലുള്ള MP-മാർ ആരും മത്സരിക്കേണ്ട എന്ന ഒരു നിലപാട് ഇദ്ദേഹം സൃഷ്ടിച്ചു. സണ്ണി ജോസഫും അതിന് പിന്താങ്ങി. ഇത് കേന്ദ്രത്തിൽ അവതരിപ്പിച്ചു. KC ജോസഫിൻ്റെ സാന്നിധ്യത്തിൽ ഇത് AICCയെ കൊണ്ട് അംഗീകരിപ്പിക്കുകയായിരുന്നു. പ്രധാന പ്രശ്നം K. സുധാകരൻ വരാതിരിക്കുവാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ആ പ്രശ്നം ഒരുപാട് ദൂരവ്യാപകമായി അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി കൊടുത്തു. K. സുധാകരൻ തന്നെ ഉദാഹരണം. ഇതേക്കാൾ K. സുധാകരന് കണ്ണൂർ ഭാഗത്ത് എന്തോ ഒരു സ്വാധീനം ഉണ്ടെന്ന് നമുക്കറിയാം. ഈ അടുത്ത ദിവസമാണ് സുധാകരൻ്റെ വീട്ടിൽ KC വേണുഗോപാലും സുധാകരനും കൂടി അവരുടെ അനുയായികളുടെ ഒരു ഗ്രൂപ്പ് യോഗം കൂടാൻ തീരുമാനിച്ചതും വാർത്ത പുറത്തറിഞ്ഞതോടെ അതവർ വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ ശത്രുക്കളെ സ്വയം ഉണ്ടാക്കുക ഇത് സതീശിൻ്റെ പ്രവൃത്തികൾ കാരണമായിട്ടുണ്ടെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. അങ്ങനെ സുധാകരനെ ഒഴിവാക്കാൻ വേണ്ടി ഇദ്ദേഹം ഒരു തന്ത്രമെടുത്തു. അത് ഏതാണ്ട് നടന്നു എന്ന് തന്നെ നമുക്ക് പറയാം.
പക്ഷെ അതിൻ്റെ അനന്തരഫലങ്ങൾ വളരെ കൈപ്പേറിയതായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, AICC അല്ലേ ഇതിന് ഉത്തരവാദി എന്ന്. AICC അല്ല, AICയെ കൊണ്ട് ഇങ്ങനൊരു നിർബന്ധപൂർവ്വം ഒരു തീരുമാനം എടുപ്പിക്കുകയായിരുന്നു. AICC അങ്ങനെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ കേരളത്തിൻ്റെ ഒപ്പം ഇലക്ഷൻ നടന്ന സ്ഥലമാണ് ആസാം. അവിടുത്തെ MP ആയിരുന്ന ഗൗരവ് ഗൊഗോയിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയാണ് MP ആയിരുന്ന അദ്ദേഹത്തെ മത്സരിക്കാൻ, MLA ആയി മത്സരിക്കാൻ ആസാമിലേക്ക് അയച്ചത്. അദ്ദേഹം തോറ്റുപോയി. അപ്പോൾ അത് AICCയുടെ നയമല്ല. AICC ഇങ്ങനെ കാര്യം ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ AICCക്ക് ഒരു തിക്ത അനുഭവമുണ്ട്, ഒരു കൈപ്പേറിയ അനുഭവമുണ്ട്. 1998 സീതാറാം കേസരിയിൽ നിന്ന് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം നമ്മുടെ സോണിയാഗാന്ധി ഏറ്റെടുക്കുന്നത്. അന്ന് ലോക്സഭയിലേക്ക് തോറ്റ നജ്മ ഹെപ്തുള്ള ഇനി മത്സരിക്കേണ്ട എന്ന് വെച്ചു. അതായത് തോറ്റവരാരും മത്സരിക്കേണ്ട എന്ന് വെച്ചു. പക്ഷേ PM സയ്യിദിനും അതേപോലെ അതിൻ്റെ ശിവരാജ് പാട്ടീലിനും ഇളവ് നൽകി. അപ്പം അതിൻ്റെ ഫലം വളരെ ദോഷകരമായിട്ട് അന്ന് വന്നിട്ടുണ്ട്. നജ്മ ഹെപ്തുള്ള പാർട്ടി മാറി. അത് പിന്നീട് വളരെ പാർട്ടിക്ക് കടുത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം AICCയുടെ അല്ല. ഇവിടെ ഇങ്ങനെ ഒരു തീരുമാനം നടപ്പാക്കാൻ മുന്നിൽ നിന്ന് പ്രേരിപ്പിച്ചതും ഇങ്ങനെ ഒരു തീരെ ഉണ്ടാക്കിയതൊക്കെ VD സതീശൻ. അതാണ് VD സതീശൻ കുഴിച്ച കുഴി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ തേങ്ങ ഉടക്കുന്ന കാര്യം പറഞ്ഞല്ലോ. തേങ്ങ ഉടക്കുന്ന ആരാ? ഈ KC വേണുഗോപാലിന് ധാരാളം സ്വാധീനമുണ്ട് കേന്ദ്രത്തിൽ. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയായിട്ടും മല്ലികാർജുൻ ഖാർഗെയായിട്ടും സോണിയാഗാന്ധിയായിട്ടും ഒക്കെ ബന്ധമുണ്ട്. ഈ സ്ഥാനാർത്ഥി നിർണയം നടത്തുമ്പോൾ അദ്ദേഹത്തിന് നിർണായകമായ പങ്കുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലെങ്കിലും പാർട്ടി ഫണ്ട് വീതിച്ചു കൊടുക്കുന്നത് എപ്പോഴും ഇദ്ദേഹമായിരുന്നു. അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾക്കൊക്കെ ഇദ്ദേഹത്തോട് ഒരു കടപ്പാടുണ്ടാകുന്ന സ്വാഭാവികമാണ്. നമ്മളൊരു മുതലാളിയാണെങ്കിൽ ഒരു 10,000 രൂപ ശമ്പളം കൊടുക്കുന്നു എന്ന് വെക്കുക. മുതലാളിയുടെ മകൻ ഒരു 500 രൂപ എക്സ്ട്രാ കൊടുക്കുന്നുണ്ടെങ്കിൽ ജോലിക്കാർക്ക് കൂടുതൽ സ്നേഹം 500 രൂപ കൊടുക്കുന്ന ആളോടായിരിക്കും. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചത്. AICCയോട് അല്ല, KC വേണുഗോപാലിനോടായിരുന്നു ഇവർക്ക് കൂടുതൽ ആഭിമുഖ്യം. അത് ഇദ്ദേഹത്തിനെ വളരെ ദോഷകരമായി ഭവിച്ചിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, സ്വാമിയുടെ തേങ്ങ കൊടുക്കുന്ന കാര്യം പറഞ്ഞു. ഈ KC വേണുഗോപാലിനെ ഒരു നൊടിച്ചാൽ മതി, KC കുമാർ വായ തുറക്കില്ല. അങ്ങനെ KC വേണുഗോപാലിനെ MP മാർ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് MP അല്ല ആരുമല്ലാത്ത കേന്ദ്ര ഹൈക്കമാൻഡിന്റെ ഭാഗമായ അദ്ദേഹത്തെ കേരളത്തിൽ വന്ന് മത്സരിക്കാതെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ നിപ്പിൻ ദ ബഡ് എന്ന് പറയില്ലേ, മുളയിലെ നുള്ളിക്കളയേണ്ടതായിരുന്നു രാഹുൽ ഗാന്ധി. അദ്ദേഹം അത് ചെയ്തായിരുന്നത് കൊണ്ടാണ്, അദ്ദേഹം സ്വാമി തേങ്ങ ഉടക്കാതിരുന്നത് കൊണ്ടാണ് ഈ 11 ദിവസം ഈ പാർട്ടിക്ക് കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ പാർട്ടി എന്ന് അറിയപ്പെടുന്ന കോൺഗ്രസിന് ഈ ദുരവസ്ഥ ഉണ്ടായത്. നമ്മൾ വെറുതെ KC വേണുഗോപാലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു ലൈസൻസിൽ അല്ലാത്ത വണ്ടി ഒരു പ്രായപൂർത്തിയാകാത്ത പയ്യൻ ഇടിച്ച് അപകടമുണ്ടാക്കി എന്ന് വിചാരിച്ചോളൂ. കുറ്റം ആർക്കാ വരുന്നത്? ചാർജ് വരുന്ന പിതാവിനായിരിക്കും, രക്ഷകർത്താവിനായിരിക്കും. എന്ന പോലെ KC വേണുഗോപാലിനെ കുറ്റം പറയുന്നതിന് മുമ്പ് നാം കുറ്റം പറയേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. ഇത്രമാത്രം പ്രശ്നം വഷളാക്കിയത് അങ്ങേരാണ്, KC വേണുഗോപാലല്ല. KC വേണുഗോപാൽ അതിലുണ്ട്, അദ്ദേഹം ഒരു ടൂൾ മാത്രം. ഇതൊക്കെ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ അദ്ദേഹത്തിന് ഇത് തടയാമായിരുന്നു. അത് ചെയ്യാത്തത് കൊണ്ടാണ് നാം അദ്ദേഹം പറഞ്ഞത് സ്വാമി തേങ്ങ ഉടക്കാൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ള കാര്യം. അതൊരു കാര്യം, അത് ചെറിയ കാര്യമൊന്നുമല്ല, അത് വലിയ ഒരു തെറ്റ് തന്നെയാണ്. സ്വാമി തേങ്ങ ഉടക്കാൻ കുറച്ച് നേരത്തെ ഉടക്കേണ്ടതായിരുന്നു. അങ്ങനെ നേരത്തെ ഉടച്ചിരുന്നെങ്കിൽ ഇന്നത്തെ പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാവുകയില്ലായിരുന്നു. അത് അദ്ദേഹത്തിന് തെറ്റ്. അപ്പോൾ സതീശന് പറ്റിയ കുഴിച്ച കുഴിയിൽ അദ്ദേഹം എങ്ങനെ വീണു എന്ന് നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടിക്കാണും. അതോടൊപ്പം തന്നെ തേങ്ങ ഉടക്കാതിരുന്ന് പ്രശ്നം വഷളാക്കിയത് ആരാണ് എന്നും നിങ്ങൾക്ക് ഒരു ചെറിയ ധാരണ കിട്ടിക്കാണും എന്ന് നമുക്ക് മനസ്സിലാക്കാം. KC വേണുഗോപാലിൻ്റെ കണ്ണിലൂടെയാണ് രാഹുൽ ഗാന്ധി കേരളത്തെ കണ്ടത്. അപ്പോൾ വീഡിയോ അവസാനിക്കാറായി. അമേരിക്കയിലെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രമുഖയായ ആനി റൈറ്റ് പറഞ്ഞൊരു വാചകം ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ദ ട്രോമ ഓഫ് ദി ഇമോഷണലി അൺഅവൈലബിൾ ഫാദർ ഈസ് ദ ട്രോമ ഓഫ് ബീയിങ് അൺസീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ട്രോമ ഓഫ് ദി ഇമോഷണലി അൺഅവൈലബിൾ ഫാദർ
ഈസ് ദ ട്രോമ ഓഫ് ബീയിങ് അൺസീൻ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അർത്ഥം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിവിടെ പ്രസക്തമായ കാര്യമാണ്. എന്തായാലും 13ാമത്തെ മുഖ്യമന്ത്രിയായ സതീശന് അഭിവാദ്യങ്ങൾ. നല്ല ഭരണം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. വീഡിയോ അവസാനിക്കുന്നു.